PSC പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ 10ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് അതിലെ കണ്ടൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 10ാം ക്ലാസ് ബുക്സിലെ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ജനറൽ നോളേജാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. കുറച്ച് പോയിൻറ്റ്സ് പറയാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യത്തെ പോയിന്റ്, ഭൂമിയിലെ ചില പ്രത്യേക അക്ഷാംശ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദന മേഖലകൾ രൂപപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആഗോള മർദ്ദന മേഖലകൾ അഥവാ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്നറിയപ്പെടുന്നു. ഈ നെക്സ്റ്റ് പോയിന്റ്, ഭൂമധ്യരേഖ പ്രദേശത്ത് ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നത് മൂലം രൂപം കൊള്ളുന്നത് എന്ത്? ഭൂമധ്യരേഖ ന്യൂനമർദ്ദന മേഖല, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഭൂമധ്യരേഖ ന്യൂനമർദ്ദന മേഖലകളിൽ കാറ്റ് വീശുന്നില്ല, ഇതിന് കാരണം എന്ത്? ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്നതിനാലാണ് കാറ്റ് വീശാത്തത്. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഭൂമധ്യരേഖ ന്യൂനമർദ്ദന മേഖല എങ്ങനെ വിളിക്കപ്പെടുന്നു? നിർവാത മേഖല, അതായത് ഡോൾഡ്രംസ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊരു നോട്ടിൽ എഴുതി വയ്ക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഭൂമധ്യരേഖയിലേതിന് വിപരീതമായ അന്തരീക്ഷ സാഹചര്യങ്ങളുള്ള പ്രദേശം ഏത്? ധ്രുവ പ്രദേശങ്ങൾ. ഇനി അടുത്ത പോയിന്റ്, ധ്രുവങ്ങളിൽ വായു തണുത്തത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാൽ രൂപപ്പെടുന്നതെന്ത്? ധ്രുവീയ ഉച്ചമർദ്ദന മേഖലകൾ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, മധ്യരേഖാ പ്രദേശത്ത് നിന്ന് വികസിച്ചുയരുന്ന വായു ഉയർന്ന വിതാനങ്ങളിൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്തത് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ രൂപപ്പെടുന്നത് എന്ത്? ഉപോഷ്ണ ഉച്ചമർദ്ദന മേഖലകൾ, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഈ മേഖലകളിൽ വൻതോതിൽ വായു ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ രൂപമെടുക്കുന്നത് എന്ത്? ഉപധ്രുവീയ ന്യൂനമർദ്ദന മേഖലകൾ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക. ഇനി ഇത് ലോങ് വീഡിയോ ഒരുപാട് ഞാൻ ലോങ് ആക്കുന്നില്ല, അടുത്ത പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, ഉടനെ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇനിയും ലൈക്സുകൾ ഒരുപാട് തരും, സപ്പോർട്ട് ചെയ്യും, കമൻറ്റ് ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര PSC പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ PSC സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആണ് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.